ശ്വാസകോശത്തിലെ ചർമ്മം ഉത്പാദിപ്പിക്കുന്ന കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമായ ഒരു വസ്തുവാണ് കഫം. ശരീരത്തിൽ പ്രവേശിക്കുന്ന പൊടി, ബാക്ടീരിയ, മറ്റ് അണുക്കൾ എന്നിവയെ തടയാനുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണിത്. കഫം പലതരത്തിൽ കാണപ്പെടുന്നു. വ്യക്തമോ അർദ്ധസുതാര്യമോ ആയ സാധാരണ ആരോഗ്യമുള്ള കഫം. മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കഫം ജലദോഷം അല്ലെങ്കിൽ സൈനസ് അണുബാധ പോലുള്ള ഒരു അണുബാധയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. തവിട്ട് അല്ലെങ്കിൽ തുരുമ്പ് നിറമുള്ള കഫം പഴയ രക്തത്തിന്റെയോ പരിസ്ഥിതി മലിനീകരണത്തിന്റെയോ അടയാളമായിരിക്കാം. കട്ടിയുള്ളതോ വെളുത്തതോ തെളിഞ്ഞതോ ആയ കഫം ഒരു വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധയുടെ ലക്ഷണമാകാം. പല കാരണങ്ങൾ കൊണ്ടാണ് കഫം ഉണ്ടാകുന്നത്. ജലദോഷം, ഫ്ലൂ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നീ ശ്വാസകോശ അണുബാധകൾ മൂലമാകാം. പനി, ആസ്തമ എന്നിവയുടെ അലർജി മൂലമാകാം. വായു മലിനീകരണം, പുക, പൊടി എന്നിവ കൊണ്ടാകാം. കഫം നേർത്തതാക്കാൻ ധാരാളം ദ്രാവകങ്ങൾ കുടിക്കുക. ആവി പിടിക്കുന്നത് നല്ലതാണ്. നല്ല ശുചിത്വം ശീലമാക്കണം. ഇടയ്ക്കിടെ കൈ കഴുകുക. രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. ഗുരുതരമല്ലാത്ത കഫക്കെട്ട് പ്രശ്നങ്ങൾ ഒറ്റമൂലിയിലൂടെ മാറ്റിയെടുക്കാം. ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം. നാരങ്ങാവെള്ളത്തിൽ അല്പം തേൻ ചേർത്ത് കുടിക്കുക. കടുക്ക തേനിൽ ചാലിച്ചു കഴിക്കുക. അയമോദകവും പഞ്ചസാരയും തുല്യ അളവിൽ എടുത്ത് പൊടിച്ചു കഴിക്കുക. അധിക കഫത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ശരിയായ വിലയിരുത്തലിനും ചികിത്സയ്ക്കുമായി നല്ല ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിക്കുക. ഒറ്റമൂലി ചെയ്തു നോക്കൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.